ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്തു പോകുമ്പോൾ നിങ്ങൾ ഫോൺ കിട്ടിയാൽ ആദ്യം വിളിക്കുന്ന ആരെയാണ്, എന്താണ് പറയുക എന്നതായിരുന്നു ടാസ്ക്. അതിൽ അക്ബർ പറയുന്നത്, നമുക്കിവിടെ ഫാമിലി വീക്ക് ഉണ്ടായിരുന്നത് കൊണ്ട് എൻ്റെ വൈഫിനെയും ഉമ്മയെയും കാണാൻ പറ്റി, സംസാരിച്ചു. ഇനി എനിക്ക് വിളിക്കാനുള്ളത് എൻ്റെ ഫ്രണ്ട്സിനെയാണ്. ഞാൻ ഫോൺ കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായവരെയാണ് ഞാൻ വിളിക്കുന്നത്. അതൊരു ഗ്രൂപ്പ് കോൾ ആയിരിക്കും. കാരണം ഏകദേശം ഒരു 10-15 വർഷത്തോളമുള്ള ഒരു സൗഹൃദമാണ്. ഗഫൂറുണ്ട്, ഫായിസുണ്ട്, അക്ബറുണ്ട്, സാബു ഉണ്ട്. ആ സാബു എന്ന് പറയുന്ന വേറൊരു സാബുവാണ് എൻ്റെ ഗുരു. ഞാൻ ഓഡിയോ പ്രൊഡക്ഷനൊക്കെ പഠിക്കുന്നത് സാബുവിൽ നിന്നാണ്. ഗഫൂർ ഒരു ഡയറക്ടറാണ്, ഒരുപാട് ഭാഷയിലൊക്കെ വരികൾ എഴുതുന്ന ഒരാളാണ്. പിന്നെ ഫായിസ് മ്യൂസിക് ഡയറക്ടറാണ്, നല്ലൊരു കുക്കുമാണ്. ഏകദേശം ഒരു വീട്ടിനകത്ത് എല്ലാവരും ഉള്ള ഒരു സൗഹൃദമാണ്. ഒരു 10-15 വർഷമായിട്ടുള്ള ഒരു സൗഹൃദ കൂട്ട്. 2 വർഷമായിട്ട് ഞങ്ങൾ ഒരുമിച്ചാണ്, ഒരു വീട്ടിലാണ്. ഞാനിങ്ങോട്ട് വരുമ്പോൾ എന്നെ ഡ്രോപ്പ് ചെയ്ത് ഷെറിനും ഇവരൊക്കെ കൂടിയിട്ടാണ്. ഇവരെ ആയിരിക്കും ഞാൻ ആദ്യം വിളിക്കുക. പിന്നെ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ അക്ബർ എന്ന ഒരു വ്യക്തിയെ അവരുടെ കരിയർ പോലും മറന്ന് എൻ്റെ കൂടെ നിന്ന് എവിടെയെങ്കിലും എത്തിക്കണമെന്നുള്ള ഒരു വിചാരത്തോടെ ആഹോരാത്രം പ്രവർത്തിക്കുന്ന കുറേ ആൾക്കാരാണ് അവരത്രയും എന്നെ ഇഷ്ടപ്പെട്ട് സപ്പോർട്ട് ചെയ്യുന്നവരാണ്. ഞാൻ ഈ ബിഗ് ബോസ് വന്നതിൽ നിന്ന് അവരെ ഒന്ന് പ്രൊമോട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ അവരെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനുള്ള എൻ്റെ പിക്ചർ എന്താണെന്നാണ് എനിക്കറിയേണ്ടത്. എൻ്റെ ഇപ്പോഴത്തെ ഇമേജ് വെച്ചുകൊണ്ട് നിങ്ങളെ എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് എനിക്ക് അവരോട് ചോദിക്കാനുള്ളത്. ഞാൻ വിളിക്കാൻ പോകുന്നത് അവരെയാണ്. ചോദിക്കാൻ പോകുന്നത്, എന്നെക്കൊണ്ട് നിങ്ങൾക്ക് വല്ല ഉപകാരം കിട്ടുമോ, ഇതാണ് ഞാൻ ചോദിക്കാൻ പോകുന്നത്. അപ്പോൾ അടുത്തൊരു ലൈവ് അപ്ഡേറ്റുമായിട്ട് ഞാൻ വീണ്ടും വരാം. എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ.